ഡെമോക്രസി ആൻഡ് ഇന്ത്യൻ എക്സ്പീരിയൻസ് എന്ന ചാപ്റ്ററിലെ അവസാനത്തെ ക്ലാസ് ആയിരിക്കും ഇന്നത്തെ ക്ലാസ്. ഈ ഒരു ക്ലാസ്സോടുകൂടി നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പോവുക. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സം അതർ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഇന്ത്യൻ ഡെമോക്രസി. ഇന്ത്യൻ ഡെമോക്രസി ഫേസ് ചെയ്ത ഒരുപാട് ചലഞ്ചുകളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ കാണുന്ന ഒരു 5 ചലഞ്ചസിനെ പറ്റിയിട്ടാണ്. കമ്മ്യൂണലിസം, ടെൻഷൻ ഇൻ ദ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്, ഓക്കെ, കമ്മ്യൂണലിസം, ടെൻഷൻ ഇൻ ദ സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻ, കറപ്ഷൻ, ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്, ഡിഫെക്ഷൻ. ഓക്കെ, അപ്പോൾ എന്താ സംഭവം? സമയം കളയുന്നില്ല, നേരെ ടോപ്പിക്കിലോട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അപ്പോൾ പറഞ്ഞത്? ഒന്ന് കമ്മ്യൂണലിസം, ടെൻഷൻ ഇൻ ദ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ, കറപ്ഷൻ, ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സും അതുപോലെ ഡിഫെക്ഷനും ഒക്കെയാണ് ഉള്ളത്. അതായത് നമ്മുടെ ഡെമോക്രസിയെ തകർക്കുന്ന കുറച്ച് കാര്യങ്ങളാണിത്. അതിലാദ്യം വരുന്നതാണ് കമ്മ്യൂണലിസം. ഈ അടുത്ത കാലങ്ങളായിട്ട് നിങ്ങളെല്ലാവരും കേൾക്കുന്നൊരു വാക്കാണ് അല്ലേ? മതത്തിൻ്റെ പേരിൽ ജനങ്ങളെ തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നു. മതത്തിൻ്റെ പേരിൽ ജനങ്ങളെ തമ്മിൽ ഡിവൈഡ് ചെയ്യുന്ന ഈ ഒരു വൃത്തികെട്ട പരിപാടിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കമ്മ്യൂണലിസം എന്ന് വിളിക്കുന്നത്. ഡിവൈഡിങ് പീപ്പിൾ ഓൺ ദ ബേസിസ് ഓഫ് റിലീജിയൻ ആൻഡ് ക്രിയേറ്റിംഗ് സോഷ്യൽ കോൺഫ്ലിക്റ്റ്. മതത്തിൻ്റെ പേരിൽ ആൾക്കാരെ ഡിവൈഡ് ചെയ്ത് സാമൂഹികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പരിപാടിയാണ് എന്ത്? കമ്മ്യൂണലിസം. ഇത് ഇന്നലെയും ഒന്നും അല്ല തുടങ്ങുന്നത്. അങ്ങ് പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലത്തേ അവരിത് ഉപയോഗിച്ചിരുന്നു. കാരണം ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാർ നോക്കിയപ്പോൾ ഇവിടെ 2 പ്രധാന വിഭാഗക്കാരാണ് ഉണ്ടായിരുന്നു, ഹിന്ദുക്കളും മുസ്ലിംസും. അപ്പോൾ ഇവർ തമ്മിൽ നല്ല ഐക്യത്തിലൊക്കെ തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവരെ തമ്മിൽ തെറ്റിക്കുക എന്നുള്ളതാണ് അവരാദ്യം ചെയ്ത പരിപാടി. പിന്നീട് ഇവിടെ 3 മതക്കാർ പ്രധാനമായിട്ട് വന്നു. അപ്പോൾ പിന്നെ എന്തായി? ബ്രിട്ടീഷുകാർ മാറിയിട്ട് രാഷ്ട്രീയക്കാർ ഇത് മുതലെടുക്കാനായിട്ട് തുടങ്ങി. ഇവരെന്ത് ചെയ്യുക? മതത്തിൻ്റെ പേര് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? അങ്ങ് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അവൻ ഇന്ന മതക്കാരനാണ്, അവന് വോട്ട് കൊടുക്കരുത്, ഞാൻ നിങ്ങളുടെ ആളാണ്, എനിക്ക് വോട്ട് തരണം എന്ന രീതിയിൽ മതങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? പൊളിറ്റിക്സിലോട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ മതങ്ങൾ പൊളിറ്റിക്സ് വരുമ്പോഴത്തേക്കും സത്യത്തിൽ അത് ഡെമോക്രസിയെ തകർക്കുകയാണ് അല്ലേ? ജനങ്ങൾക്ക് ഉപയോഗമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ നേതാവാക്കേണ്ടത്, അല്ലാതെ നമ്മുടെ മതത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ ആളിനെ അല്ല. കാരണം ഈ പറഞ്ഞ നമ്മുടെ ആൾ മിക്കവാറും കള്ളനായിരിക്കും, പക്ഷേ മതം നമ്മുടേതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അവനെ പിടിച്ച് വോട്ട് ചെയ്യും. അപ്പോൾ ഡെമോക്രസി നശിക്കുകയല്ലേ? അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഒരാളെയാണോ അവിടെ ചൂസ് ചെയ്ത് അയച്ചതല്ല, ജനങ്ങൾ മതത്തിന് വേണ്ടിയാണ് ചൂസ് ചെയ്ത് അയച്ചത്. ഇത് തന്നെയാണ് പ്രശ്നം. അപ്പോൾ കൊളോണിയൽ പീരീഡിലും ബ്രിട്ടീഷിൻ്റെ സ്ട്രാറ്റജി ആയിരുന്നു ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്നത് അല്ലേ? ഡിവൈഡ് ചെയ്യുക, ഭിന്നിപ്പിച്ച് ഭരിക്കുക. ബംഗാൾ പാർട്ടീഷൻ 1905 ഇതിനു വേണ്ടിയായിരുന്നു. മുസ്ലിങ്ങളെന്നും ഹിന്ദുക്കളെന്നും ഡിവൈഡ് ചെയ്യുക. അന്ന് നമ്മൾ ഒരുമിച്ച് നിന്നു, പക്ഷെ പിന്നീട് എന്ത് ചെയ്തു? സംഭവം കയ്യിൽ നിന്ന് പോയി. നമ്മുടെ ഇന്ത്യക്ക് 1947 പാർട്ടീഷൻ കിട്ടിയപ്പോൾ നമ്മൾ മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ് അല്ലേ? ഇന്ത്യയുടെ പാർട്ടീഷൻ സമയത്ത് നമ്മൾ ഇതേ പ്രശ്നം കണ്ടു. ഇവിടെ മുസ്ലിങ്ങളെ ഉപദ്രവിച്ചു, അവിടെ ഹിന്ദുക്കളെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞ കാര്യം തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ സിഖുകാരുടെ കേസിൽ നമ്മൾ ഇത് തന്നെയാണ് കണ്ടത് അല്ലേ? ഏതോ 2 സിഖുകാർ ഇന്ദിരാഗാന്ധിയെ കൊന്നതിൻ്റെ പേരിൽ എന്ത് ചെയ്തു? ഇവിടെ ഉണ്ടായിരുന്ന സിഖുകാരെ ഉപദ്രവിക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നു. ഇത് നല്ലൊരു കാര്യം അല്ല. ഓക്കെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ആയിട്ടുള്ള സെക്കുലാരിസവും സോഷ്യൽ ജസ്റ്റിസിനെയൊക്കെ എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതെന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ ഐക്യതയ്ക്കും ഇൻറ്റഗ്രിറ്റിക്കും ഇതെന്താണ്? ഒരു ത്രെട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു കാര്യമല്ല. സോ ദ ഫോർമേഷൻ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ ബേസ്ഡ് ഓൺ റിലീജിയൻ ആൻഡ് കമ്മ്യൂണൽ തിങ്കിങ് and the way by which political parties use it to influence voters in elections was a significant challenge to the democracy. ഇതെന്താണ്? ഡെമോക്രസിക്ക് വളരെ വലിയ ഒരു ചലഞ്ചാണ് എന്ത് ചെയ്യുന്നത്? ഉണ്ടാക്കുന്നത്. സോ ഇത് നല്ലൊരു കാര്യമായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? കമ്മ്യൂണലിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കമ്മ്യൂണലിസം ക്യാൻ ഓൺലി ബി കൗണ്ടേർഡ് ത്രൂ. ഇതെങ്ങനെയാണ് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുന്നത്? നമ്മൾ വിവരമുള്ളവരായാൽ മതി അല്ലേ? മതവും പറഞ്ഞുകൊണ്ട് വരുന്നവന് വോട്ട് കൊടുക്കാതെ നാടിന് നന്മ ചെയ്യുന്നവന് വോട്ട് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ കിട്ടും. പബ്ലിക് അവയർനെസ് കൊടുക്കുക, സെൻസിറ്റൈസേഷൻ ഉണ്ടാവുക, അതായത് ഈ പറഞ്ഞ കാര്യം മനസ്സിലാക്കുക, പ്രോപ്പർ ഡെമോക്രാറ്റിക് ലിറ്ററസി കൊടുത്ത് നമുക്ക് കമ്മ്യൂണലിസത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഇല്ലാണ്ടാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് കമ്മ്യൂണലിസം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കമ്മ്യൂണലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ? ദ ഐഡിയ ഓഫ് ഡിവൈഡിങ് ദ പീപ്പിൾ ഓൺ ദ ബേസിസ് ഓഫ് റിലീജിയൻ ആൻഡ് ക്രിയേറ്റിംഗ് എ സോഷ്യൽ കോൺഫ്ലിക്റ്റ്. ഇതാണ് റിലീജിയൻ്റെ പേരിൽ ആൾക്കാരെ ഡിവൈഡ് ചെയ്ത് ഒരു സോഷ്യൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന പരിപാടി. ബ്രിട്ടീഷുകാർ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസിയിൽ ഉണ്ടാക്കിയതും ഇത് തന്നെയായിരുന്നു. അതുപോലെ തന്നെ പോസ്റ്റ് പാർട്ടീഷനിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ മതത്തിൻ്റെ പേരിലുള്ള വയലൻസ് കാണാനായിട്ട് പറ്റും. ഇത് വളരെ വലിയൊരു തെറ്റാണ്. കാരണം ഇത് നമ്മുടെ സെക്കുലാരിസത്തിനെയും സോഷ്യൽ ജസ്റ്റിസിനെയും ഇല്ലാണ്ടാക്കുന്നു. മാത്രമല്ല പൊളിറ്റിക്കൽ പാർട്ടികൾ ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്ത് ഇലക്ഷൻ്റെ ആ ഒരു നല്ല പ്രക്രിയയെ ഇല്ലാണ്ടാക്കുകയും ചെയ്യും. പബ്ലിക് അവയർനെസ്സിലൂടെ നമുക്കിതിനെ എന്ത് ചെയ്യാൻ പറ്റും? കൗണ്ടർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെപ്പറ്റി എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിൽ
കാണാതെ പഠിക്കാതെ തന്നെ വരത്തില്ലേ? ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ചു. ഇന്ന് നമ്മുടെ ഈ നാട്ടിൽ ജീവിക്കുന്ന ഏതൊരു കുട്ടിക്കും ഇത് നന്നായിട്ട് അറിയാം. നമ്മുടെ ഇന്നുള്ള പ്രധാന മുഖ്യധാര പൊളിറ്റിക്കൽ പാർട്ടികൾ 3 പേരും ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ചിലപ്പോൾ ചില പാർട്ടിക്കാർ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് തോന്നും. തെറ്റാണ്. 3 പേരും ഇതിൽ ഒരു മാറ്റവും ഇല്ലാത്തവരാണ്. ചിലരെന്ത് പറയും? ചിലർ പറയും മതം ഡയറക്റ്റായിട്ട് പറയും. ചിലരെന്ത് പറയും? മതമില്ല അല്ലെങ്കിൽ മതത്തിൻ്റെ പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് മതത്തിൻ്റെ പേരിൽ എന്ത് ചെയ്യും? ആൾക്കാരെ ചൂഷണം ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. അതിലൊരു പാർട്ടിയും അല്ലെ, നമുക്ക് പെട്ടെന്ന് തോന്നുമ്പോൾ ഉള്ളതല്ല, ഇതിലൊരു പാർട്ടിക്കും വ്യത്യാസമില്ല. ന്യൂനപക്ഷത്തിനെ കൂട്ടി നിർത്തുക, മതത്തിലുള്ളവരെ കൂട്ടി നിർത്തുക, ഭൂരിപക്ഷത്തിനെ കൂട്ടി നിർത്തുക, ഇങ്ങനത്തെ പരിപാടികൾ കാണിച്ചാണ് ഇന്ന് നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ ഭരണം പിടിക്കുന്നത്. ചില മതക്കാരെ പറ്റി പറയാൻ പേടി, ചില മതക്കാരെ പറ്റി കുറ്റം പറയുന്നു, അങ്ങനെ തമ്മിത്തല്ലാണ്. സോ ഈ 3 ടൈപ്പ് കള്ളന്മാരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ ഡെമോക്രസി ഇന്ന് നശിക്കുന്നതിൻ്റെ പ്രധാന കാരണവും കമ്മ്യൂണലിസം തന്നെ ആണ്. അടുത്ത് വരുന്നതാണ് ടെൻഷൻ ഇൻ ദ സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം അല്ലേ, നമ്മൾ ഒരു ഫെഡറൽ സിസ്റ്റം കൊണ്ടു കിടക്കുന്ന ഒരു രാജ്യമാണ് അല്ലേ. നമുക്ക് ഒരു സെൻട്രൽ ഗവൺമെൻറ്റും ഉണ്ട്, ഓരോ സ്റ്റേറ്റുകൾക്ക് അതത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും ഉണ്ട്. അപ്പോൾ ഈ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും സ്വതന്ത്രമായിട്ടാണ് ഭരണം നടത്തുന്നത്. എന്നാൽ ഇവർക്കിടയിൽ ചില സമയത്ത് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകും. അതായത് പിണറായി വിജയൻ ഇരുന്ന് നരേന്ദ്രമോദിയെ കുറ്റം പറയും, നരേന്ദ്രമോദി ഗവൺമെൻറ്റിലെ ആൾക്കാരിരുന്നിട്ട് പിണറായി വിജയനെയും കുറ്റം പറയും. നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യമല്ലേ? എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? മെയിനായിട്ട് സംഭവിക്കുന്നത് ഇവർ 2 പൊളിറ്റിക്കൽ പാർട്ടി ആയതുകൊണ്ടാണ്. ഒന്ന് BJP, ഒന്ന് കമ്മ്യൂണിസ്റ്റുമാണ്. അപ്പോൾ ഇവർ തമ്മിൽ എന്തായാലും ഉടക്കാണ്. അപ്പോൾ മറ്റും കൊണ്ടുവരുന്ന നല്ലൊരു കാര്യത്തിനെ നമ്മൾ അങ്ങോട്ട് എതിർക്കുക, കണ്ണും പൂട്ടി അങ്ങോട്ട് എതിർക്കുക. അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്, ഇവിടെയും അവിടെയും. ഇനി ഇതല്ലാതെ നമ്മൾ ഈ അടുത്ത കാലത്തെ വാർത്തയിലൊക്കെ നമ്മുടെ പഴയ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാനും നമ്മുടെ മുഖ്യമന്ത്രി അല്ല നമ്മുടെ CM ആയിട്ടുള്ള ആരാണ് നമ്മുടെ പിണറായി വിജയനൊക്കെ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതും അല്ലേ. അതിനുശേഷം വന്ന പുതിയ ഗവർണറുമായിട്ടും പ്രശ്നം ഉണ്ടാകുന്നതും യൂണിവേഴ്സിറ്റി VC നിയമനത്തിലൊക്കെ പ്രശ്നം ഉണ്ടാകുന്നതൊക്കെ നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ ആരായി ഗവർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് നമ്മുടെ സ്റ്റേറ്റിൻ്റെ എക്സിക്യൂട്ടീവ് ഹെഡായിട്ടൊക്കെ ഇരിക്കുന്ന വ്യക്തിയാണ് ഗവർണർ എന്ന് പറയുന്നത്. പക്ഷേ പ്രശ്നം, ഈ ഗവർണർ എന്താണ്? എലക്ട് ചെയ്യപ്പെട്ട ഒരാളല്ല. പിന്നെ ആരാ നിയമിക്കുന്നത്? പ്രസിഡൻ്റാണ് നിയമിക്കുന്നത്. ആര് പറയുന്നത് കേട്ടിട്ട്? കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് കേട്ടിട്ട്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആളായിട്ട് ഈ പറയുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്ന വ്യക്തിയാണ് ആര്? ഗവർണർ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിൽ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നമുക്കറിയാം അല്ലേ. ഗവർണേഴ്സ് ആക്ഷൻ ഓഫ് നോൺ അഡ്ഹിയറൻസ് ടു ദ ടൈം ഷെഡ്യൂൾ ഷുഡ് ബി ചെക്ക്ഡ്. അപ്പോൾ ഇവിടെ പ്രശ്നം ഉണ്ടാകുമ്പോൾ പോകുന്നത് എങ്ങോട്ടാണ്? സുപ്രീം കോടതിയിലോട്ടാണ്. സെൻട്രൽ സ്റ്റേറ്റ് പ്രശ്നത്തിന് പോകാനുള്ള നേരെ കോടതി ഏതാണ്? സുപ്രീം കോടതിയാണ്, ഹൈക്കോർട്ടൊന്നുമില്ല. അപ്പോൾ ടെൻഷൻ ഇൻ ദ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പവർ എന്താണ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പവർ എന്താണ്. അതിൽ സെൻട്രൽ ഗവൺമെൻറ് ഇച്ചിരി പവർ കൂടുതലാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയേണ്ടി വരും. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് അവരുടെ കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാനുള്ള അധികാരവും നമ്മുടെ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഞാൻ പറഞ്ഞല്ലോ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് സ്റ്റേറ്റിൽ വന്നിരിക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ഗവർണർ. അപ്പോൾ ഗവർണറിൻ്റെ, സത്യം പറഞ്ഞ ഗവർണറും നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻറ്റും എന്ന് പറയുന്ന സത്യത്തിൽ എന്താണ്? അധികാരങ്ങളുണ്ടോ എന്ന് പേപ്പറിൽ ചോദിച്ചാൽ ഉണ്ടെന്നും സത്യത്തിൽ അധികാരം ഇല്ലാത്തതായിട്ടുള്ള ആൾക്കാരാണ് ഗവർണറും പ്രസിഡൻറ്റും. ഇവർ 2 പേരും ഇതിൽ സാധാരണ ഗവർണർ സ്റ്റേറ്റ് കാര്യങ്ങൾ അങ്ങനെ ഇടപെടാതെ മിണ്ടാതെ പോകാറാണ് പതിവ്. പക്ഷേ ഈ അടുത്ത കാലങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഗവർണറും സ്റ്റേറ്റും തമ്മിൽ കലഹങ്ങൾ ഉണ്ടാകുന്നതായിട്ട്. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവം പറയുന്നത്. Tension in the central state relation is another major challenge. Although the constitution has divided the power between the central and the state. Central and state ഇടയിൽ പവർ ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും കൂടുതൽ പവർ ആർക്കാണ്? കേന്ദ്രത്തിനാണ്. കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളത് ആർക്കാണ്? കേന്ദ്രത്തിനാണെങ്കിലും സ്റ്റേറ്റിന് അതിൻ്റേതായ പവറും ഉണ്ട്. However, often the successive central government directly and through governors interference in the right of the state. അപ്പോൾ ചില സമയത്ത് എന്ത് ചെയ്യാറുണ്ട്? ഇവർ കേന്ദ്ര ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ ഇടപെടാറുണ്ട്. നേരിട്ട് ഇടപെടാറുണ്ട്. നമ്മുടെ ഗവർണർ ത്രൂ ഇടപെടാറുണ്ട്. അതുപോലെ ചില സെൻട്രലി ഫണ്ടഡ് സ്കീമുകളിലൂടെയും എന്ത് ചെയ്യാറുണ്ട്? കേന്ദ്ര ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളിൽ കയറി ഇടപെടും. അത് ഇവർക്കിടയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. വിദ്യാഭ്യാസ നയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് നമ്മൾ വാർത്തകളൊക്കെ കാണുന്നതാണ്. അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഇടപെടുമ്പോൾ ഈ പറയുന്ന വിഷയം തമ്മിൽ തല്ലിലോട്ട് പോകും. ഉദാഹരണം, നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, തമിഴ്നാട് ഈ കേന്ദ്ര ഗവൺമെൻറ് അല്ലെ ഹിന്ദി വിഷയമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഇവർ തമ്മിൽ എപ്പോഴും തർക്കമാണ്. ഹിന്ദി ഇമ്പോസ് ചെയ്യിപ്പിക്കുമെന്ന് കേന്ദ്രമൊന്നും കൊന്നാലും ഞങ്ങൾ സമ്മതിക്കത്തില്ലെന്ന് തമിഴ്നാടും. അതുപോലെ കേരളമായിട്ടും വിദ്യാഭ്യാസ നയത്തിൽ ഞങ്ങൾ ഒപ്പിടില്ലെന്ന് കേരളം പറഞ്ഞു. എന്നാൽ പിന്നീട് ഒപ്പിട്ടു. അപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷം പറഞ്ഞു ഇയാൾ എന്തിനാണ് പോയി ഒപ്പിട്ടതെന്ന് ചോദിച്ച് പ്രശ്നവും തമ്മിൽ തല്ലും അല്ലേ. അപ്പോൾ തമ്മിൽ തല്ലുകൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ അങ്ങനെയാണ് മോശമായിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലെ, നമുക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നിയമം എഴുതി വയ്ക്കാനേ പറ്റുള്ളൂ. അത് നല്ല രീതിയിൽ കൊണ്ടുവേണ്ടത് പൊളിറ്റിക്കൽ പ്രോസസ്സാണ്, രാഷ്ട്രീയ മര്യാദ എന്ന് പറയും. അതായത് രാഷ്ട്രീയമായൊരു മര്യാദ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ വിഷയം വരത്തുള്ളൂ. അപ്പോൾ അതിന് വലിയൊരു പ്രശ്നമായിട്ട് വന്നൊരു കാര്യമാണ് ഈ ഗവർണറിൻ്റെ റോളെന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഗവർണറിന് ചില പ്രത്യേക പവറുകളൊക്കെ ഉണ്ട്. ആ പവറുകൾ ഗവർണർ വേണ്ട രീതിയിൽ ഉപയോഗിച്ച് ചിലപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിട്ട് നല്ല മുട്ടം പണി കിട്ടും. നമ്മൾ വാർത്തയിലൊക്കെ കണ്ടതാണ് അല്ലേ. ഗവർണറിനെ എതിർത്തൊക്കെ സംസാരിക്കുമെങ്കിലും ഒരു പരിധിക്കപ്പുറം ഗവർണറിനെ എതിരെ സംസാരിക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഗവർണർ ഒന്ന് മനസ്സ് വെച്ചാൽ വേണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ അല്ലെങ്കിൽ സ്റ്റേറ്റിൽ എമർജൻസി പ്രഖ്യാപിക്കാനായിട്ട് പറ്റും. സത്യം പ്രഖ്യാപിക്കാൻ പറ്റും. ആദ്യത്തെ നമ്മുടെ കേരളത്തിലെ മന്ത്രിസഭയെ അങ്ങനെ പിരിച്ചുവിട്ടിട്ടുണ്ട്. അതാണ് ചരിത്രം. അത് നമുക്ക് അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ആരാണ് ഗവർണർ? ഗവർണർ ഈസ് നോട്ട് ആൻ ഇലക്റ്റഡ് ഒഫീഷ്യൽ. ഇലക്ഷനിൽ നിന്ന് ജയിച്ച ഒരാളല്ല ഗവർണർ. അപ്പോൾ കണ്ടോ, നമ്മുടെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിന് തന്നെ ഇതൊരു പ്രശ്നമല്ലേ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആണെന്ന് പറയേണ്ടി വരും. ഓക്കെ, ഒരു റിട്ടയർഡ് മിലിറ്ററി ഓഫീസറോ ഗവൺമെൻറ് ഒഫീഷ്യലോ പൊളിറ്റീഷ്യനോ ഒക്കെ എന്ത് ചെയ്യാം? ഗവർണറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെടാൻ പറ്റുന്ന ആൾക്കാരാണ്. നമ്മുടെ കേരളത്തിലെ ചില നേതാക്കളെ മിസോറാമിൻ്റെ ഗവർണറായിട്ടും അല്ലെ ഗോവയുടെ ഗവർണറായിട്ടും ഒക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടതാണ്. അവരൊക്കെ ചില പ്രത്യേക പാർട്ടിപ്പെടുന്ന, അതായത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരായിരിക്കും അവർ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. പ്രസിഡന്റ് റെക്കമെൻഡ് ചെയ്യുന്നു, കേന്ദ്ര ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്നു. 35 വയസ്സിന് മുകളിൽ പ്രായം ഉണ്ടായിരിക്കണം. പിന്നെ വേറെ കുറേ കണ്ടീഷനുണ്ട്, മാനസിക പ്രശ്നങ്ങളൊന്നുള്ള ആളാവരുത്, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഗവർണറിൻ്റെ റോള് കണ്ടോ പലപ്പോഴും കോൺട്രവേഴ്സീസ് ഉണ്ടാക്കാറുണ്ട്. എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രത്തിലും അതുപോലെ തന്നെ സ്റ്റേറ്റിലും വ്യത്യസ്തമായ പൊളിറ്റിക്കൽ പാർട്ടികൾ ഭരിക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പണ്ട് നടന്നൊരു അന്വേഷണ കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ. സർക്കാരിയ കമ്മീഷൻ, അതായത് ഇത് വന്നു 1940 അറിയാലോ 7, പിന്നെ 52 ഇലക്ഷൻ കഴിഞ്ഞ് അധികാരത്തിൽ വരുന്നു. ആ സമയത്തൊക്കെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, കേന്ദ്രത്തിലും സ്റ്റേറ്റിലും മിക്കവാറും കോൺഗ്രസ് ഒരു സെയിം പാർട്ടി ആയിരിക്കും, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുടെ സഖ്യകക്ഷികളായിരിക്കും. അതിനെതിരായിട്ട് വന്ന ഏക സ്ഥലം എന്ന് പറയുന്നത് ഒന്ന് കേരളമാണ്. കേരളത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നുണ്ട് ആദ്യ ഇലക്ഷനിൽ. കേരളം രൂപീകരിച്ചതിന് ശേഷമുള്ള ഇലക്ഷൻ അങ്ങനെ പറയുന്നതായിരിക്കും കറക്റ്റ്. അപ്പോൾ ആ പറഞ്ഞ ഇലക്ഷനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നു. മുകളിലുണ്ടായിരുന്ന ആരായിരുന്നു? കോൺഗ്രസ് ആണ്. കോൺഗ്രസ് പാർട്ടിക്കാർ മനഃപൂർവ്വം ചെയ്തു എന്ന് പറയുന്നുണ്ട്. അല്ല, ഇവിടെ വിമോചന സമരം എന്ന് പറയുന്നൊരു സമരം നടന്നത് കാരണമാണ് എന്ത് പറ്റിയത്, പിരിച്ചുവിട്ടതെന്നും പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് അതിലോട്ട് പോകാൻ പറ്റത്തില്ല, കോൺട്രവേഴ്സിയാണ്. എന്നാലും ടെക്സ്റ്റ് ബുക്കിൽ അതിനെപ്പറ്റി പറയുന്നുള്ളതുകൊണ്ട് ഞാൻ ആ സമയത്തും പറയാം. അപ്പോൾ സർക്കാരിയ കമ്മീഷൻ എന്ന് പറയുന്നൊരു കമ്മീഷനെ നിയോഗിക്കുന്നു. സർക്കാരിയ കമ്മീഷൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 83-ലാണ് വരുന്നത്. ഒരു കാരണവശാലും ആക്റ്റീവ് പൊളിറ്റീഷ്യൻസിന് നമ്മൾ എന്ത് ചെയ്യരുത്, ഗവർണർ പദവിയിലോട്ട് കൊണ്ടുവരരുത്. അപ്പോൾ നിങ്ങൾ പറയും, എന്നാൽ അങ്ങനെ അല്ലല്ലോ, ചില ആക്റ്റീവ് രാഷ്ട്രീയക്കാരെ ഇതിൽ കൊണ്ടുവരുന്നുണ്ടല്ലോ. സത്യമാണ്, ഇത് വന്നെങ്കിലും ഇതിൻ്റെ റെക്കമെൻഡേഷൻസ് എല്ലാം പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യമെന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞ കാര്യം, ഗവർണർ ആൾ ചില്ലറക്കാരനല്ല. ആർട്ടിക്കിൾ 356 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ് എമർജൻസിയെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് നമുക്ക് മുമ്പ് നമ്മൾ പഠിച്ചു, ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഇന്ദിരാഗാന്ധി. എന്നാൽ സ്റ്റേറ്റുകളിലും നമുക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പറ്റും. അതായത് സ്റ്റേറ്റിൻ്റെ കൺട്രോൾ മൊത്തം കേന്ദ്ര ഗവൺമെൻറ്റിലോട്ട് പോകും. അതായത് ഏതാണ്ട് പട്ടാള ഭരണം വരുന്നത് പോലത്തെ ഒരു പരിപാടി. അപ്പോൾ ഇത് വരുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷൻ നടത്താൻ പൂർണ്ണ പരാജയമായി മാറി എന്ന് തോന്നിയാൽ എമർജൻസി പ്രഖ്യാപിക്കാം. പക്ഷേ ഇത് പരാജയമായി എന്ന് റിപ്പോർട്ട് കൊടുക്കേണ്ട ആളാരാണ്? അത് ഗവർണറാണ്. അതായത് ഇപ്പോൾ കേരള സംസ്ഥാനത്ത് നമ്മുടെ ഭരണമെന്ന് പറയുന്നത് ഒരു പൂർണ്ണ പരാജയമാണെന്നും ഇവിടെയുള്ള ക്രമസമാധാന നില തെറ്റിയെന്നും റിപ്പോർട്ട് ഗവർണർ കേന്ദ്രത്തിന് കൊടുത്താൽ കേന്ദ്രത്തിന് വേണമെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൽ എന്ത് കൊണ്ടുവരാം, എമർജൻസി കൊണ്ടുവരാനായിട്ട് പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, ഗവർണർ ആൾ കാണുന്ന പോലെയല്ല, പവർഫുള്ളായിട്ടുള്ള ആളാണ്. ഇനിയും ഗവർണറിന് ഒരുപാട് പവറുകളുണ്ട്, നമുക്കത് പോകുമ്പോൾ നോക്കാം. അപ്പോൾ ഒന്നും കൂടെ കുറേ കാര്യങ്ങളായല്ലേ. അപ്പോൾ നോക്കിയേ, എന്താണ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനിൽ പവർ ഡിവിഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ വ്യക്തമായിട്ട് പവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെൻറ്ററിനും സ്റ്റേറ്റിനും എന്തൊക്കെ കാര്യങ്ങൾ, നമ്മൾ സ്റ്റേറ്റ് ലിസ്റ്റ് എന്നും സെൻട്രൽ ലിസ്റ്റ് എന്നും അതുപോലെ കൺകറന്റ് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൽ ഗവർണർ എന്ന് പറയുന്ന ഒരാളും വരുന്നുണ്ട്. അപ്പോൾ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ട്. രണ്ടിടത്തും രണ്ട് പൊളിറ്റിക്കൽ പാർട്ടികളാകുമ്പോഴത്തേക്കും പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും കേന്ദ്ര ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ ഇടപെടാറുണ്ട്. ഡയറക്റ്റായി ഇടപെടും, ഗവർണറിലൂടെ ഇടപെടും, അല്ലെങ്കിൽ സെൻട്രൽ ഫണ്ടഡ് ആയിട്ടുള്ള പ്രോഗ്രാംസുകളിലൂടെ ആയിരിക്കും ഇടപെടുന്നത്. പലപ്പോഴും ഇത് ജുഡീഷ്യറി വഴി, അതായത് സുപ്രീം കോടതി വഴിയാണ് എന്ത് ചെയ്യുന്നത്, സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. അതിൽ നമ്മൾ ആദ്യം പറയുന്നത് ഗവർണറിൻ്റെ റോളാണ്. ആരാണ് ഗവർണർ? പ്രസിഡന്റ് അപ്പോയിൻറ്റ് ചെയ്യുന്നു. മിനിമം 35 വയസ്സിന് പ്രായം, റിട്ടയർ ആയിട്ടുള്ള ഏതെങ്കിലും ഉയർന്ന പദവിയിലിരിക്കുന്ന ആൾക്കാരെയാണ് അപ്പോയിൻറ്റ് ചെയ്യാറ്. എന്നാൽ അൺഇലക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ
ഇത്തരത്തിലൊരു പദവിയിൽ എത്തുന്നത് കൊണ്ട് തന്നെ ഇത് ഡെമോക്രസി എഫക്റ്റ് ചെയ്യുമെന്നുള്ള കോൺട്രവേഴ്സിയും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാളായിട്ടാണ് പലപ്പോഴും ഗവർണറിനെ കാണുന്നത്. സർക്കാരിയ കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന ആക്റ്റീവ് പൊളിറ്റീഷ്യൻസ് ഗവർണർമാരാകാതിരിക്കാൻ, അതിലൂടെ രാഷ്ട്രീയ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിയ കമ്മീഷൻ നിർദ്ദേശം തന്നിട്ടുണ്ട്. ഇനി ഗവർണറിൻ്റെ റോള് എന്താണ്? ഗവർണറിനെ എന്തുകൊണ്ടാണ് സ്റ്റേറ്റുകാർ പേടിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതാണ് ആർട്ടിക്കിൾ 356. പ്രസിഡൻഷ്യൽ റൂള് സ്റ്റേറ്റുകളിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. ആരുടെ റിപ്പോർട്ട് അനുസരിച്ച്? ഗവർണറുടെ റിപ്പോർട്ട് അനുസരിച്ച്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടീസ് സ്റ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് പലപ്പോഴും മിസ്യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിലോട്ട് വരാം. അതായത് ദി പവർ ഓഫ് ദ ഗവർണർ ഹാസ് ലെഡ് ടു ന്യൂമറസ് കോൺഫ്ലിക്ട്സ്. ദർ ഹാവ് ബീൻ, ടെക്സ്റ്റ് ബുക്ക് പറയുന്ന കാര്യമാണ് ഞാൻ വായിക്കുന്നത് കേട്ടോ, ഇൻസ്റ്റൻസസ് വെയർ ദ പ്രസിഡന്റ് ഹാസ് dismissed state government even when they had a clear majority in the legislative assembly. The dissolution of the Kerala government in the 1959 is an example of this. ഇത് വായിച്ചുകൊണ്ട് ഞാൻ പറയുന്നതാണ്, നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ EMSൻ്റെ മന്ത്രിസഭ, EMS എന്ന് വെച്ചാൽ ആരാധന നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ മന്ത്രിസഭയെ 1959 വിമോചന സമരം എന്ന് പറയുന്നൊരു സമരം ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് വന്നു. അതായത് അന്ന് പട്ടിണിയും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വന്നൊരു സമരമാണ് വിമോചന സമരം. അപ്പോൾ ഈ വിമോചന സമരത്തെ കാര്യമാക്കി എടുത്തുകൊണ്ട് അന്ന് മന്ത്രിസഭ രൂപീകരിക്കാൻ, അറിയാമല്ലോ നമ്മുടെ ഈ പറയുന്ന MLA ഏറ്റവും കൂടുതലുള്ളത് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കായിരുന്നു, അതുകൊണ്ടാണ് അവർ മന്ത്രിസഭ രൂപീകരിച്ചത്. അങ്ങനെ മെജോറിറ്റി ഉണ്ടായിട്ടും അന്നത്തെ നിയമസഭയെ പ്രസിഡന്റ് ഇടപെട്ട് ഗവർണറിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് പിരിച്ച് വിട്ടു. എന്നിട്ട് പിന്നീട് അവിടെ ഇലക്ഷൻ നടക്കുകയാണ് ചെയ്തത്. അപ്പോൾ അന്ന് നമുക്കറിയാമല്ലോ ഡെമോക്രാറ്റിക് മെക്കാനിസം സ്റ്റേറ്റിൽ ഫെയിലായാൽ മാത്രമേ ഇത് വയ്ക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്ന് ഡെമോക്രാറ്റിക് മെക്കാനിസം ഒന്നുകൂടെ ഫെയിലായിട്ടില്ല. ഓക്കെ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ ഇത് ചെയ്തത് പിന്നീട്, അതാണ് ഞാൻ പറഞ്ഞത്, അത് കോൺഗ്രസ് അല്ലാത്തൊരു മന്ത്രിസഭ ഇവിടെ ആയതുകൊണ്ടെന്നൊക്കെ പിന്നീട് ആൾക്കാർ പറഞ്ഞു നടക്കുന്നുണ്ട്. സത്യാവസ്ഥ നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. ഇനി വരുന്നതാണ് പവർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ ഗവർണർ. ഗവർണറിൻ്റെ പവർ എന്തൊക്കെയാണ്? ഗവർണർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, നാമമാത്രമായി പേരിന് മാത്രമുള്ളൊരു ലീഡറാണ് ആരെന്ന് പറയുന്നത്, ഗവർണർ എന്ന് പറയുന്നത്. റിയൽ ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? ചീഫ് മിനിസ്റ്ററും അതുപോലെ തന്നെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും ആണ്. സോ ദ ഗവർണർ ഷുഡ് എക്സസൈസ് ഹിസ് പവർ ഓൺ ദ അഡ്വൈസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അല്ലേ? എന്ന് വെച്ചാൽ ഇപ്പോൾ എന്താണ്, പ്രസിഡന്റിനെ പോലെ തന്നെ പ്രസിഡന്റ് രാജ്യത്തിൻ്റെ ആണെങ്കിൽ ഗവർണർ സ്റ്റേറ്റിൻ്റെ നോമിനൽ ലീഡർ മാത്രമാണ്. എന്ന് വെച്ചാൽ ഒപ്പിടലാണ് പ്രധാന ജോലി, അല്ലാതെ ഡയറക്റ്റായിട്ട് ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റത്തില്ല. ഡയറക്റ്റായിട്ട് സ്റ്റേറ്റ് ഭരിക്കുന്ന ആരാണ്? അത് ചീഫ് മിനിസ്റ്ററും ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും ആണ്. അപ്പോൾ ഇവർ ഈ പറയുന്ന ഗവർണർ ഇപ്പോൾ എങ്ങനെ പ്രവർത്തിക്കേണ്ടത്? മന്ത്രിമാരുടെ അല്ലെങ്കിൽ മന്ത്രിയുടെ, കാരണം എലക്റ്റഡായി വന്ന ആളാണല്ലോ സത്യത്തിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരമേ പ്രവർത്തിക്കാവും. എന്തൊക്കെയാണ് ഗവർണറിൻ്റെ പവർ? ലെജിസ്ലേറ്റീവ് പവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമസഭ വിളിച്ചു കൂട്ടുക, അതിൻ്റെ കാലാവധി നീട്ടുക, കുറയ്ക്കുക, അതിനെ പിരിച്ചുവിടുക, അസംബ്ലിയെ അഡ്രസ്സ് ചെയ്യുക, അതായത് മന്ത്രിസഭ പുതുതായിട്ട് രൂപീകരിക്കുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുക, മന്ത്രിമാർക്ക് സത്യവാചകം പറഞ്ഞു കൊടുക്കുക, മന്ത്രിമാരെ അപ്പോയിൻറ്റ് ചെയ്യുക. പുതിയ ഒരു നിയമം പാസ്സാക്കണമെങ്കിൽ അതിൽ ഗവർണർ ഒപ്പിടണം. ഓർഡിനൻസുകൾ ഇറക്കണമെങ്കിൽ അതിൽ ഗവർണർ ഒപ്പിടണം. ഓർഡിനൻസ് എന്ന് വെച്ചാൽ നിയമമല്ലാത്ത ചില കാര്യങ്ങൾ, ചില അടിയന്തര സാഹചര്യങ്ങൾ നമുക്ക് നടത്തേണ്ടി വരും. അതായത് നമുക്കൊരു കാര്യം എപ്പോഴാണ് നിയമമാവുന്നത്? അത് നിയമസഭ കൂടി എല്ലാവരും വോട്ടെടുത്ത് കഴിയുമ്പോഴാണ് നിയമമാവുന്നത്. ചില സമയത്ത് നമുക്കതല്ലാതെ എന്ത് ചെയ്യേണ്ടി വരും? ചില കാര്യങ്ങൾ, അതായത് നമുക്കറിയാമല്ലോ ഒരു വർഷത്തിൽ ചില സമയങ്ങളിൽ മാത്രമാണ് നിയമസഭ കൂടുന്നത്. അപ്പോൾ നിയമസഭ കൂടാത്ത സമയം, നിയമസഭ പിരിച്ചുവിട്ടിരിക്കുന്ന സമയം, വെക്കേഷൻ കൊടുത്തിരിക്കുന്ന സമയം, ഒരു പുതിയ കാര്യം, ഒരു പുതിയ പ്രശ്നം ഉണ്ടായി, അപ്പോൾ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാം. ഈ ഓർഡിനൻസ് ഗവർണർ ഒപ്പിടും, ചീഫ് മിനിസ്റ്റർ കൊണ്ട് കൊടുക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും മിനിസ്റ്റർ കൊണ്ട് കൊടുക്കും. ഗവർണർ ഒപ്പിട്ടാൽ അത് നിയമമാക്കാം. പക്ഷേ പിന്നീട് എന്ത് ചെയ്യണം? അത് നിയമസഭയിൽ വെച്ച് പാസ്സാക്കണം. ഒരു കാലാവധിയൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി ബഡ്ജറ്റ് അവതരിപ്പിക്കാനും മണി ബില്ല് നമ്മുടെ നിയമസഭയിൽ അവതരിപ്പിക്കാനും ഗവർണറുടെ പെർമിഷൻ വേണം. അതായത് ഒരു ബില്ല് മണി ബില്ലാണോ അല്ലേ എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കേണ്ട അധികാരം ആർക്കാണ്? ഗവർണറാണ്. ഇതൊക്കെ വെറും പേരിൻ്റെ പരിപാടികളാണ് കേട്ടോ. എന്നാൽ ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഗവർണറും സ്റ്റേറ്റുമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ പേരിൽ വന്നിട്ടുമുണ്ട്. ഇനി എന്തൊക്കെയാണ് ഗവർണറുടെ എക്സിക്യൂട്ടീവ് പവർ എന്ന് പറയുന്നത്? ഒരു സ്റ്റേറ്റ് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളുടെയും അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുന്നതും ആരുടെ പേരിലാണ്? ഗവർണറുടെ പേരിലാണ്. പൊളിറ്റിക്കൽ പാർട്ടികൾ അല്ലെങ്കിൽ പുതിയ ഒരു മന്ത്രിസഭ മറ്റു കാര്യങ്ങളൊക്കെ രൂപീകരിക്കുന്നത്, അല്ലെങ്കിൽ അത് രൂപീകരിക്കാനായിട്ട് നേതാവിനെ ക്ഷണിക്കുന്നത്, അതായത് ഇപ്പോൾ ഇലക്ഷൻ നടന്നു, ഇലക്ഷനിൽ ഇപ്പോൾ വരാൻ പോവുകയാണ് ഇലക്ഷൻ, ഏതെങ്കിലും ഒരു പാർട്ടി ജയിച്ചു എന്ന് വിചാരിക്കുക, അതിൻ്റെ നേതാവിനെ വിളിച്ചിട്ട് നേതാവെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുതിയ മന്ത്രിസഭ തുടങ്ങാമെന്നൊക്കെ ക്ഷണിക്കുന്നത് ആരാണ്? ഈ പറയുന്ന ആളാണ്. ചീഫ് മിനിസ്റ്ററിനെ
അതുപോലെയുള്ള മറ്റ് മിനിസ്റ്റർമാരെയും അപ്പോയിൻ്റ് ചെയ്യുന്ന ആരാണ്? ഗവർണറാണ്. അല്ലെങ്കിൽ ഇവർക്കുള്ള സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതൊക്കെ ആരാണ്? ഗവർണറാണ്. അതുപോലെ അഡ്വക്കേറ്റ് ജനറൽ, സ്റ്റേറ്റിൻ്റെ നിയമത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ, സ്റ്റേറ്റ് പബ്ലിക് കമ്മീഷൻ്റെ ചെയർമാൻ, PSCയിലെ മെമ്പേഴ്സ്, ഇവരെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? ഗവർണറാണ്. പ്രസിഡന്റ് അവിടെ ചെയ്യുന്നതൊക്കെ സ്റ്റേറ്റ് ലെവലിൽ ഗവർണർ ചെയ്യും. ജുഡീഷ്യറി പവർ നിങ്ങൾക്കറിയാമല്ലോ. ഗ്രാൻഡ് പാർഡൻ എന്ന് വെച്ചാൽ എന്താ? ഈ പറയുന്ന നമ്മൾ മലയാളത്തിൽ എന്താ പറയുന്നത്? ഈ ശിക്ഷിക്കപ്പെട്ട ചില ആൾക്കാരെ ഇങ്ങനെ വെറുതെ വിടുന്ന പരിപാടിയുണ്ട്. അതായത് ഈ ദയാവധം എന്ന് പറയാൻ പറ്റത്തില്ല, ഇങ്ങനെ ചില കുറ്റം നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? പ്രസിഡന്റിന് കത്ത് കൊടുത്തിട്ടുണ്ട്, പ്രസിഡന്റ് നോക്കിയിട്ട് ഇയാൾ തെറ്റുകാരനല്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറയുന്ന തൂക്ക് ശിക്ഷയൊക്കെ ഇല്ലാണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയില്ലേ, അത് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? സ്റ്റേറ്റിൻ്റെ കീഴിൽ വരുന്ന കേസുകളിൽ മാത്രം ആർക്കുണ്ട്? ഗവർണർക്കുണ്ട്. അതായത് സ്റ്റേറ്റിൻ്റെ കീഴിൽ വരുന്ന ചില പവറുകളുള്ള ചില കുറ്റങ്ങൾക്കൊക്കെ പറയും, അല്ലെങ്കിൽ അതിന് പ്രസിഡന്റ് അടുത്താണ് പോകേണ്ടത്. ഇനി ഡിസ്ക്രിഷണറി പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞ ഒരു മന്ത്രിസഭയിൽ ഒരു ക്ലിയർ മെജോറിറ്റി വരാത്ത സമയത്ത് നമുക്കറിയാലോ, കൊയിലേഷൻ ഗവൺമെൻറ് എന്ന് പറയത്തില്ല, കൂട്ടുമന്ത്രിസഭയൊക്കെ ഫോം ചെയ്യാനായിട്ട് തീരുമാനമെടുക്കാനും അവരെ ക്ഷണിക്കാനും കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കാനുമുള്ള പവർ ആർക്കുണ്ട്? ഗവർണറിനുണ്ട്. ദ ഗവർണർ ക്യാൻ എക്സൈസ് ഡിസ്ക്രിഷണറി പവർ റിഗാർഡിംഗ് ദ ഫോർമേഷൻ ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ എന്ന് വെച്ചാൽ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനം എടുക്കാനുള്ള ഒരു അധികാരം ഈ ഗവർണറിനുണ്ട് ചില വിഷയങ്ങളിൽ മാത്രം. ഓക്കെ, അതിൽ ചിലപ്പോൾ എല്ലാവരും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇനി സബ്മിറ്റ് റിപ്പോർട്ട് ടു ദ പ്രസിഡന്റ് റിഗാർഡിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് അഫയേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ്. അല്ലേ, സ്റ്റേറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് അഫെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ റിപ്പോർട്ട് പ്രസിഡന്റിന് കൊടുക്കുക. അതാണ് ഈ റിപ്പോർട്ടൊക്കെ ചിലപ്പോൾ മാറ്റി കൊടുത്തു കഴിഞ്ഞാലാണ് എമർജൻസി കാര്യമൊക്കെ വരുന്നത്. അടുത്ത്, വെൻ ബിൽ ഈസ് പാസ്ഡ് ബൈ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഒരു പുതിയ നിയമം കൊണ്ടുവരണം സ്റ്റേറ്റിൽ. അത് ഒരു നിയമസഭാ അംഗം വായിക്കുന്നു, വോട്ടെടുക്കുന്നു, വോട്ടിൽ അത് പാസ്സായി കഴിഞ്ഞാൽ അത് അപ്രൂവായി. അത് നേരെ ആരുടെ അടുത്ത് പോകും? ഗവർണറിൻ്റെ അടുത്ത് പോകും. എന്തിന്? ഗവർണറിൻ്റെ അപ്രൂവലിന്. ഗവർണറിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അത് ഒപ്പിട്ട് ബില്ലാക്കാം, അല്ലെങ്കിൽ തിരിച്ചയക്കാം. തിരിച്ചയച്ചു കഴിഞ്ഞാൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി അതിൻ്റെ എന്താണ് തെറ്റ് എന്ന് അതിലുള്ള പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അത് വായിച്ചിട്ട് വീണ്ടും അസംബ്ലിയിൽ വെച്ച് വീണ്ടും പാസ്സാക്കി ഗവർണറിന് വിടും. അങ്ങനെ വീണ്ടും വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് ഗവർണർ പാസ്സാക്കണം, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യണം? പ്രസിഡന്റിന് അയച്ചു കൊടുത്തിട്ട് പ്രസിഡന്റ് അടുത്ത് വേണമെങ്കിൽ ചോദിക്കാം. ഇതാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പവറുകളൊന്ന് വായിച്ച് പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. ഓക്കെ, സോ ഗവർണറുടെ ഡ്യൂട്ടി അപ്പോൾ എന്താണ്? സ്റ്റേറ്റിൻ്റെ ഭരണത്തിൽ കയറി ഇടങ്കോലിടുക എന്നുള്ളതല്ല. എന്താണ്? ഈ പറയുന്ന ഒരു ഫ്രണ്ടും ഫിലോസഫറും ഗൈഡുമായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ കേന്ദ്രത്തെയും സംസ്ഥാനത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആളാണ് സത്യത്തിൽ ഗവർണർ ആകേണ്ടത്. ചില സമയങ്ങളിൽ നമ്മൾ അങ്ങനെയല്ല കാണുന്നത്. അതിൽ ഗവർണറിനും കുറ്റമുണ്ട്, സ്റ്റേറ്റിനും കുറ്റമുണ്ട്. അങ്ങനെ ഒരാളെയൊന്നും കുറ്റം പറയാൻ പറ്റത്തില്ല, രണ്ടുപേർക്ക് പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പോൾ ഇതാണ് ഗവർണറിൻ്റെ കേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഗവർണേഴ്സ് റോൾ എന്ന് പറയുന്നത്, ഗവർണർ എന്ന് പറയുന്ന ഒരു നോമിനൽ ഹെഡാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണ് വന്നിട്ടുള്ളത്. അയാൾ എന്തല്ല? ഇലക്റ്റഡ് ഹെഡ് അല്ല. റിയൽ പവർ എന്ന് പറയുന്നത് ഒരിക്കലും ഇല്ല, അത് ചീഫ് മിനിസ്റ്ററിനും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനുമാണ്. ഗവർണറിന് എന്താണ്? ഒരു അഡ്വൈസറി റോൾ മാത്രമേ ഉള്ളൂ. ലെജിസ്ലേറ്റീവ് പവറിനകത്തുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അസംബ്ലി വിളിച്ചു കൂട്ടുക, അസംബ്ലി അഡ്രസ്സ് ചെയ്യുക, ബില്ല് പാസ്സാക്കുക, ഓർഡിനൻസ് ഇറക്കുക, അതുപോലെ തന്നെ മണി ബില്ലും ബഡ്ജറ്റിനുമുള്ള അപ്രൂവൽ കൊടുക്കുക. എക്സിക്യൂട്ടീവ് പവറിലുള്ള കാര്യങ്ങൾ വരുന്നത് എന്തൊക്കെയാണ്? എല്ലാ നിയമപരമായിട്ടുള്ള കാര്യങ്ങളും ഗവർണറിൻ്റെ പേരിലാണ്. അപ്പോയിൻ്റ് ചെയ്യുന്നത് ചീഫ് മിനിസ്റ്ററിനെയും മറ്റ് മിനിസ്റ്റേഴ്സിനെയും ബാക്കിയുള്ളവർ അപ്പോയിൻ്റ് ചെയ്യുന്നു. ജുഡീഷ്യൽ പവറിനകത്ത് നമ്മൾ പറഞ്ഞല്ലോ പാർഡനിങ് പവറുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിഷണറി പവറുണ്ട്. അതായത് ചീഫ് മിനിസ്റ്ററിനെയൊക്കെ ചൂസ് ചെയ്യാം മെജോറിറ്റി ഇല്ലാത്തപ്പോൾ. അവിടെ ആൾക്കാരെ വിളിച്ചു വരുത്തി ആ വിഷയമൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യാനുള്ളൊരു അധികാരമൊക്കെ ആർക്കുണ്ട്? ഗവർണറിന് ഉണ്ട്. ഓക്കെ, ഗവർണറുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റോൾ അറിയാലോ, ഗവൺമെൻറ്റിനെ സഹായിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കറപ്ഷൻ. ഇത് പിന്നെ പ്രത്യേകിച്ച് പറയട്ടെ, ഇത് ചെയ്യാത്ത പൊളിറ്റിക്കൽ പാർട്ടി ഇന്ത്യയിലോ ലോകത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പൊളിറ്റിക്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് കറപ്ഷൻ. അപ്പോൾ എന്താണ് കറപ്ഷൻ? യൂസ് ഓഫ് എനി കൈൻഡ് ഓഫ് പവർ ഓർ പൊസിഷൻ ആൻഡ് ദ അക്സെപ്റ്റൻസ് ഓഫ് മണി ഓർ എനി അതർ റിവാർഡ് ഇൻ അഡീഷൻ ടു ദ ലീഗലി ഡ്യൂ റെമ്യൂണറേഷൻ. ഒരു ഗവൺമെൻറ്റിൽ ഒരാൾക്ക് കിട്ടേണ്ട ഈ പറയുന്ന രൂപയല്ലാതെ അധികമായി പൈസയോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ വാങ്ങിക്കൊണ്ട് പവർ ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ കറപ്ഷൻ എന്ന് പറയുന്നത്. അതായത് എനി കൈൻഡ് ഓഫ് പവർ ഓർ പൊസിഷൻ അതിൻ്റെ സ്വന്തം അധികാരങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്വന്തം സ്ഥാനമാനങ്ങൾ ഉപയോഗിച്ചിട്ട് പൈസ വാങ്ങിക്കൊണ്ടോ അല്ലാതെയോ മറ്റൊരാൾക്ക് വഴിവിട്ട രീതിയിൽ സഹായം ചെയ്താൽ അതാണ് കറപ്ഷൻ. ബ്രൈബറി, നെപ്പോട്ടിസം, ഇല്ലീഗൽ അക്വിസിഷൻ ഓഫ് വെൽത്ത് ഒക്കെ എന്തിനകത്ത് വരും? കറപ്ഷനകത്ത് വരും. ബ്രൈബറി എന്ന് വെച്ചാൽ അറിയാമല്ലോ, കോഴ കൊടുക്കുന്ന പരിപാടി, നമ്മളെന്താണ് കൈമടക്ക് കൊടുക്കുക എന്നൊക്കെ പറയും.
നെപ്പോട്ടിസം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നെപ്പോട്ടിസം എന്ന വാക്കൊക്കെ ഇപ്പോൾ നമുക്ക് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ് അല്ലേ. നെപ്പോ കിഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പോൾ അച്ഛൻ സിനിമാ നടനാണെങ്കിൽ മകനെ കൊണ്ടുവരുന്നു, നെപ്പോട്ടിസം. അച്ഛൻ രാഷ്ട്രീയ നേതാവാണെങ്കിൽ മകൻ രാഷ്ട്രീയക്കാരൻ, നമ്മളിപ്പം പാർട്ടി കാണുന്നതാണ് അത്. അതുപോലെയുള്ള പരിപാടികൾ. പിന്നെ ഇല്ലീഗൽ ആയിട്ട് വെൽത്ത് സമ്പാദിക്കുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് രാജ്യത്തിൻ്റെ ഫിനാൻഷ്യൽ എക്കണോമിക് ആയിട്ടുള്ള എല്ലാ കാര്യത്തെയും എഫക്റ്റ് ചെയ്യും. ആൾക്കാരുടെ അവകാശങ്ങൾ, വെൽഫെയർ ആക്ടിവിറ്റീസ്, ഇതിനൊക്കെ എന്താണ്, ഇതൊരു പ്രശ്നമാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ ഡെമോക്രസിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നിയമപരമായിട്ട് ഇതിനെ കൊണ്ടുവരണം. നിങ്ങൾ വിജിലൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ പറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ, ഇടയ്ക്ക് വാർത്തയെ കാണത്തില്ലേ, ഒരു ഗ്ലാസ്സിനകത്ത് ഒരു വെള്ളം വെച്ചിട്ട് ഈ കൈക്കൂലി വാങ്ങിയ ഉദ്യോഗസ്ഥൻ കൈ മുക്കുമ്പോൾ അത് പിങ്ക് നിറമാവും അല്ലേ. എന്താണ് ഈ പറയുന്ന നോട്ടിനകത്ത് ഫിനോഫ്താലിൻ ഇട്ടിട്ട് കൊടുക്കുന്നു, അത് വാങ്ങുന്ന ഉദ്യോഗസ്ഥൻ ഓൾറെഡി നമ്മൾ വിജിലൻസിനെ വിളിച്ച് അറിയിക്കണം. അതായത് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിട്ട് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയപ്പോഴത്തേക്ക് അവിടുത്തെ ഉദ്യോഗസ്ഥങ്ങളിത് കൈക്കൂലി ചോദിച്ചു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, വിജിലൻസിനെ വിളിച്ച് പറയണം, ബാക്കി അവർ പറഞ്ഞുതരും. ഓക്കെ, വിജിലൻസിൻ്റെ നമ്പറൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടും. ഇത്തരത്തിൽ കറപ്ഷനുമായി ബന്ധപ്പെട്ട് പ്രശ്നമായൊരു സംഭവമാണ് ഇലക്ടറൽ ബോണ്ട്. നിങ്ങൾ ഈ വാക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹൈടെക് കൈക്കൂലി പരിപാടി. അതായത് നമുക്കറിയാമല്ലോ, നമ്മൾ ഈ പറയുന്ന ഇലക്ഷനൊക്കെ ആകുന്നതിന് മുന്നേയും അതിന് ശേഷവും വേണ്ട, അതിന് മുമ്പൊക്കെ നമുക്കറിയാമല്ലോ, ഈ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് സംഭാവന ചോദിക്കും. ആണോ അല്ലേ? നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും എന്തായാലും നന്നായിട്ട് അറിയായിരിക്കും അല്ലേ. ഈ പറഞ്ഞ ശല്യമാണ്, ഓരോ പേരും പറഞ്ഞ് വന്നങ്ങോട്ട് പിരിവാണ്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് എന്ത് വിചാരിച്ചു, എന്നാൽ കൊള്ളാലോ, നമുക്ക് ഈ പിരിവിനെ അങ്ങ് നിയമപരമായിട്ട് അങ്ങ് ആക്കിയാലോ. നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴി നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ടറൽ ബോണ്ടുകൾ കൊടുക്കാം. അതായത് വ്യക്തികൾക്കോ കോർപ്പറേറ്റുകൾക്കോ എന്ത് ചെയ്യാം, പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് പൈസ ഡൊണേറ്റ് ചെയ്യാം. പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് എന്ത് ഡൊണേറ്റ് ചെയ്യാം, പൈസ ഡൊണേറ്റ് ചെയ്യാം. ഇതിനാണ് ഇലക്ടറൽ ബോണ്ട് എന്ന് പറയുന്നത്. 2017-18 യൂണിയൻ ബഡ്ജറ്റിൽ നിയമമാക്കി എന്നുള്ളതാണ് സത്യം. ഓക്കെ, അതായത് ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇലക്ഷനോ 1% മുകളിൽ വോട്ട് വാങ്ങിയ ഇലക്ഷൻ കമ്മീഷനുമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടിക്കും എന്ത് ചെയ്യാം, ഇലക്ടറൽ ബോണ്ട് സ്വീകരിക്കാം. 1000 രൂപ മുതൽ 1 കോടി രൂപ വരെ നമുക്ക് SBI വഴി എന്ത് ചെയ്യാം, ഇവർക്ക് അയച്ചു കൊടുക്കാം. ഗുണം, നിങ്ങൾ അയച്ചു കൊടുക്കുന്ന പൈസ ടാക്സിൽ നിന്ന് ഒഴിവാക്കി തരും. വലിയ കാര്യം അല്ലേ. അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ത് ചെയ്യണം, ഈ ബോണ്ടിനെ കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആക്കി എടുക്കുക. എത്ര മനോഹരമായ ആചാരം അല്ലേ. ഒരു കണക്കിൽ നല്ലതെന്ന് തോന്നുന്നു. കാരണം നിയമപരമായിട്ട് എത്ര കാശ് കൊടുത്തു എന്നുള്ളതെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, അറിയാനായിട്ട് പറ്റുമല്ലോ. മറ്റേതാണെങ്കിലല്ലോ ചുമ്മാ വന്ന് പിരിച്ചുകൊണ്ട് പോകുകയല്ലേ, കൈയും കണക്കുമില്ല. എന്നാൽ 2024 ഫെബ്രുവരിയിൽ സുപ്രീം കോടതിക്ക് ബോധം വന്നു. സുപ്രീം കോടതി പറഞ്ഞു, എന്താണ്, ഇത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്, ഇത് നിയമപരമായി ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് ഇതിനെ എന്ത് ചെയ്തു, ഫണ്ടമെൻ്റൽ റൈറ്റിനെതിരാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ എന്ത് ചെയ്തു, തൽക്കാലത്തേക്ക് നിർത്തിവെച്ചേക്കുകയാണ്. അപ്പോൾ എന്താ, ഇലക്ട്രൽ ബോണ്ട് ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടിക്കും വേണ്ട കണ്ടീഷൻ, നാളെ ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടി തുടങ്ങിയിട്ട് എനിക്ക് ഒരുപാട് പൈസ വാങ്ങാനൊന്നും പറ്റത്തില്ല. ലോക്സഭാ ഇലക്ഷനോ അല്ലെങ്കിൽ സ്റ്റേറ്റിലെ നിയമസഭാ ഇലക്ഷനിലോ 1% മുകളിൽ വോട്ട് വാങ്ങിയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടിക്കും 1000 രൂപ മുതൽ 1 കോടി രൂപ വരെ വ്യക്തികളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ എന്ത് ചെയ്യാം, ഇലക്ടറൽ ബോണ്ടായി സ്വീകരിക്കാം. അത് പാർട്ടിയുടെ പ്രവർത്തന ഫണ്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതാണ് സംഭവം. ഇത് സത്യം പറഞ്ഞാൽ ഇത് കറപ്ഷൻ തന്നെയാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും കോർപ്പറേറ്റുകൾക്ക് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ കോർപ്പറേറ്റുകൾ നമുക്ക് പൈസ തരും. അപ്പോൾ അത് നിയമപരമായിട്ടൊരു കാര്യമാണോ? കാരണം ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാനാണ് ഇത്, അല്ലാതെ വ്യക്തികൾക്കോ കോർപ്പറേറ്റുകൾക്കോ വേണ്ടിയല്ല. അപ്പോൾ പൈസ കിട്ടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരനറിയാമല്ലോ, 5 കൊല്ലത്തേക്ക് നിൽക്കുകയാണ്. അപ്പോൾ കിട്ടുന്ന ശമ്പളം മാത്രം പോരല്ലോ, ഇനിയും ജീവിക്കണ്ടേ. അപ്പോൾ ഈ പറഞ്ഞ കൈക്കൂലിയൊക്കെ വാങ്ങാനായിട്ട് ടെൻഡൻസി അവർക്ക് നോർമലി ഉണ്ടാകും. അതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ രാഷ്ട്രീയക്കാർക്ക് എന്തെങ്കിലും തൊഴിൽ വേണം. അതായത് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു തൊഴിലാക്കി മാറ്റുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. രാഷ്ട്രീയക്കാർക്കും മറ്റ് പല രാജ്യങ്ങളിലും അങ്ങനെ ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. അതായത് എന്തെങ്കിലും തൊഴിൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അവരൊരു ഒഴിവ് സമയത്താണ് രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങുന്നത്. അത് കൊള്ളാമെന്നുള്ള പരിപാടിയാണ്. അല്ലാതെ രാഷ്ട്രീയം ഒരു തൊഴിലാകുമ്പോൾ അവർക്ക് വരുമാനം വേണം, മനുഷ്യന് ജീവിക്കാൻ കാശ് വേണ്ടേ. അപ്പോൾ ആ കാശ് കിട്ടുന്ന വഴികളൊക്കെ അവർ ചെയ്യും. അപ്പോൾ കറപ്ഷൻ എന്ന് പറഞ്ഞ് ചുമ്മാ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. ഇനി ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്. ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുണ്ട വിളയാട്ടം, എല്ലായിടത്തും ഗുണ്ടകളാണ്. അതായത് ടെൻഡൻസി ഓഫ് ലീഡേഴ്സ് ഓർ വർക്കേഴ്സ് ഓഫ് ദ പൊളിറ്റിക്കൽ പാർട്ടി എൻഗേജിങ് ഇൻ ഓർ എൻകൗണ്ടറിങ് ക്രിമിനൽ ആക്ടിവിറ്റീസ്. നല്ല പരിപാടിയാണ് അല്ലേ. നമ്മളെ ഇന്നത്തെ രാഷ്ട്രീയക്കാരിലെ 99% എന്ത് തന്നെയാണ്, ഇത്തരം ക്രിമിനൽസ് തന്നെയാണ് ഇവരോ അല്ലേ. നമ്മുടെ പല നേതാക്കന്മാർക്കെതിരെയും കേസില്ലേ. ഈ അടുത്ത ദിവസം നമ്മുടെ ഒരു മന്ത്രിക്കെതിരെ ഇപ്പോൾ അല്ലേ 3 വർഷം തടവൊക്കെ വന്ന് നമ്മൾ അറിഞ്ഞല്ലേ അല്ലേ. അപ്പോൾ എന്താണ്, അവരെ അയോഗ്യരാക്കും. അപ്പോൾ ക്രിമിനൽസ് എന്ത് ചെയ്യുന്നു, പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടി ആക്ട് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ക്രിമിനലൈസേഷൻ എന്ന് പറയുന്നത്. പല രീതിയിൽ വരാം. ആൾക്കാരെ വിരട്ടി പേടിപ്പിച്ച് എന്ത് ചെയ്യുന്നു, വോട്ട് വാങ്ങുന്ന പരിപാടി. ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ നേതാക്കന്മാരായിട്ട് മാറുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. കണ്ടോ, ക്രിമിനൽ കേസ് ഉള്ളവർക്ക് ഇപ്പോൾ ഇലക്ഷന് നിൽക്കാൻ
കേസ് ഉള്ളവർക്ക് ഇലക്ഷനിൽ നിൽക്കുന്നതിലും മന്ത്രിയാവുന്നതിലൊക്കെ നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും അവരെന്ത് ചെയ്യും, സ്റ്റേ ഒക്കെ വാങ്ങിച്ചിട്ട് മന്ത്രിയാകാറാണ് പതിവ്. ഈ അടുത്ത് പഞ്ചായത്ത് ഇലക്ഷൻ നടന്നപ്പോൾ തന്നെ ഏതോ ഒരു കേസിലകപ്പെട്ട് ജയിലിൽ കിടക്കുന്ന പ്രതി പരോളിറങ്ങിയ ആൾ ഇപ്പോൾ എന്ത് ചെയ്തു, ഇലക്ഷൻ ജയിച്ചു എന്നുള്ള വളരെ വിചിത്രമായൊരു കാര്യം ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ കണ്ടതാണ്. അപ്പോൾ നമ്മൾ തന്നെയാണ് ഈ പറയുന്ന ക്രിമിനലുകളെയൊക്കെ എന്ത് ചെയ്യുന്നത്, വളർത്തിയെടുക്കുന്നത്. ഇതൊക്കെ നിർത്തുന്നതാണ് നല്ലത്. ലാസ്റ്റ് വരുന്നതാണ് ഡിഫെക്ഷൻ. ഡിഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂറുമാറ്റം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്ന് വെച്ചാൽ കൂറുമാറ്റ നിരോധന നിയമം. 1985 52ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് പ്രകാരമാണ് ഇത് വരുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ. ഞാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആളായി നിന്ന് ഇലക്ഷനിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യുന്നു, അപ്പം തന്നെ കൂറ് മാറി മറ്റേ പാർട്ടിയിൽ പോയി ചേരുന്നു. എങ്ങനെ ഇരിക്കുന്നു? ഞാനിപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ആളായിട്ട് നിന്ന് ഇലക്ഷൻ ജയിക്കുന്നു, MLA ആവുന്നു. എന്നിട്ട് ഞാൻ കേന്ദ്രത്തിൽ പോയിട്ട് എന്ത് പറയുന്നു, BJP-ക്കാർ പറയുന്നു ഇച്ചിരി കാശ് തരാം, ഇങ്ങ് പോരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും പിന്നെന്താ വരാലോ, അതുകൊണ്ട് എന്ത് ചെയ്യും, ആ പാർട്ടിയിൽ പോയി ചേരും. ഇതാണ് ഡിഫെക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് ഹൂ കണ്ടസ്റ്റഡ് ആൻഡ് വോൺ ദ ഇലക്ഷൻ ആസ് എ കാൻഡിഡേറ്റ് ഓഫ് വൺ പാർട്ടി abandoning that party and joining the another party. ഇതാണ് ഡിഫെക്ഷൻ എന്ന് പറയുന്നത്. ഇത് നല്ലൊരു കാര്യമല്ല, കാരണം ജനങ്ങളുടെ വിശ്വാസത്തെയാണ് ഇല്ലാണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ആൻറ്റി ഡിഫെക്ഷൻ ലോ വന്നത്. ഓക്കെ, ഇത് പ്രകാരം അങ്ങനെ ഒരാൾ പാർട്ടി മാറിയാൽ അയാളുടെ ആ വിജയം എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്യും. അയാളിപ്പോൾ MLA ആണെങ്കിൽ ആ MLA സ്ഥാനം ഇവിടെ എന്ത് ചെയ്യും, നഷ്ടപ്പെടും. ആ കോൺസ്റ്റിറ്റ്യുവൻസിൽ വീണ്ടും ഇലക്ഷൻ നടക്കും. ഇതാണ് സംഭവം. ഓക്കെ, ഇതാണ് സംഭവം. ഇവിടെ വളരെ രസകരമായൊരു സംഭവമുണ്ട്. അതാണ് റിസോർട്ട് പൊളിറ്റിക്സ്. റിസോർട്ട് പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല. ഇവിടെ എഴുതിയേക്കുന്നത് വായിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. പൊളിറ്റിക്കൽ പാർട്ടീസ് ഓഫൻ അഡോപ്റ്റ് ഡിഫറൻറ്റ് സ്ട്രാറ്റജീസ് ടു പ്രിവെൻറ്റ് ദെയർ മെമ്പേഴ്സ് ഫ്രം ഡിഫെക്റ്റിംഗ്. അതായത് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ പാർട്ടിക്കാർ ഈ അടുത്ത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിലാണെന്ന് തോന്നുന്നു, കഴിഞ്ഞ നമ്മുടെ മെയിൻ ഇലക്ഷൻ ഉണ്ടല്ലോ കേന്ദ്രത്തിലോട്ടുള്ള, ജയിച്ചു കഴിഞ്ഞിട്ട് ജയിച്ച സ്ഥാനാർത്ഥികളെയൊക്കെ പാർട്ടിക്കാരെന്ത് ചെയ്യും, ഒരു പ്രത്യേക ഐലൻഡിലേക്ക് കൊണ്ടുവരും. അതായത് അല്ലെങ്കിൽ ഏതെങ്കിലും റിസോർട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കും. റിസോർട്ടിന് ചുറ്റും കാവലാണ്. എന്ത് പേടിച്ചിട്ടാണെന്നറിയാവോ? മറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് വന്ന് ഇവരെ പൈസ കൊടുത്ത് ചാക്കിട്ട് പിടിക്കാതിരിക്കാനായിട്ട്. കോമഡി ആലോചിച്ച് നോക്കണേ. അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് എ ലോയൽ മെമ്പർ ഓഫ് എ പാർട്ടി, മെമ്പേഴ്സ് ഗ്യാദർ അറ്റ് എ സ്പെസിഫിക് വെന്യൂ ആൻഡ് ഡിസൈൻ സ്ട്രാറ്റജീസ് ടു പ്രിവെൻറ്റ് ഇൻഫ്ലുവൻസ് ഓഫ് അതർ പൊളിറ്റിക്കൽ പാർട്ടീസ്. എന്ന് വെച്ചാൽ എന്താ, എൻ്റെ കൂടെ ഉള്ളവന്മാരെ മറ്റവന്മാർ കൊണ്ടുവന്ന് പേടിച്ച് ഇവന്മാരെയൊക്കെ കൊണ്ട് എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും റിസോർട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് അവിടെ വെച്ച് എന്ത് കിടക്കുന്നു, ഇത്ര പൈസ തരാൻ പോവാതിരിക്കണേ എന്ന് പറഞ്ഞ് പരിപാടി ചെയ്യുന്നു. അതായത് എന്താണ്, ഈ പറയുന്ന ആൾക്കാരെ ഒളിപ്പിച്ച് വയ്ക്കുന്ന പരിപാടിയാണ് എന്തെന്ന് പറയുന്നത്, ഡിഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, 82 ഹരിയാന ഇലക്ഷനിലാണ് തുടങ്ങുന്നത്. കർണാടക, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര, ഉത്തരാഖണ്ഡ്, തമിഴ്നാടുകളിൽ ഈ പറഞ്ഞ പരിപാടി ചെയ്യാറുണ്ട്. എന്നുവെച്ചാൽ ഇത്രയേ ഉള്ളൂ. ജയിച്ചവൻ കൂറ് മാറാതിരിക്കാൻ ജയിച്ചവനെ ഈ പാർട്ടിക്കാരനെ എന്ത് ചെയ്യുന്നു, ഒളിപ്പിച്ച് വയ്ക്കുന്ന പരിപാടി. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഡിഫെക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കറപ്ഷൻ എന്ന് വെച്ചാൽ അറിയാമല്ലോ എന്താണ്, പവറോ പൊസിഷനോ റിവാർഡ് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റായ രീതിയിൽ ഉപയോഗിച്ചാൽ അതാണ് കറപ്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മളെ എക്കോണമിയെയും ഇൻവെസ്റ്റ്മെൻറ്റിനെയും ഡെമോക്രസിയെയും ബാധിക്കും. ഓക്കെ, അപ്പോൾ പബ്ലിക് ഫണ്ട് അല്ലെങ്കിൽ പബ്ലിക് വെൽഫെയർ എന്ത് പറ്റും, ഇല്ലാണ്ടാകും. ഇത് നമ്മുടെ പബ്ലിക്കിന് സിസ്റ്റത്തിലുള്ള വിശ്വാസത്തെ ഇല്ലാണ്ടാക്കുന്നു. പബ്ലിക് അവയർനെസ് നടത്തുക, വ്യക്തമായ സ്ട്രോങ് ആയ നിയമങ്ങൾ കൊണ്ടുവരിക. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അന്വേഷണങ്ങളൊക്കെ പ്രഖ്യാപിച്ച് ഇത് വാങ്ങുന്നവന്മാരെയൊക്കെ പിടിച്ച് അകത്തിട്ടാൽ ഇത് നിൽക്കുന്ന ഒരു കാര്യം ആകും. അടുത്ത് വരുന്നുണ്ട് ഇലക്ടറൽ ബോണ്ട് സ്കീം എന്ന് പറഞ്ഞല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കിവിടെ പറയാവുന്നൊരു കേസാണ്. 1000 മുതൽ 1 കോടി രൂപ വരെ നമുക്ക് എന്ത് ചെയ്യാം, വ്യക്തികൾക്കോ കോർപ്പറേറ്റുകൾക്കോ കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇത് 2017 യൂണിയൻ ബഡ്ജറ്റിലാണ് വന്നത്. ഓക്കെ, 1% വോട്ട് ഷെയർ ഉണ്ടായാൽ മതി ഇത് വാങ്ങാനായിട്ട് പറ്റും. ഇതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. 15 ദിവസത്തിനുള്ളിൽ പാർട്ടിക്കാർക്ക് അത് എന്ത് ചെയ്യാം, മാറിയെടുക്കാവുന്നതാണ്. പക്ഷേ 2024 ഫെബ്രുവരി 15 എന്ത് ചെയ്തു, ഇത് സുപ്രീം കോടതി അൺകോൺസ്റ്റിറ്റ്യൂഷണലാണെന്ന് കണക്കാക്കി നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ 19(1)(a) നിയമലംഘനമെന്ന് കണക്കാക്കി ഇതിനെ ഇല്ലാണ്ടാക്കി. ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, പൊളിറ്റീഷ്യൻസോ അതിൻ്റെ വർക്കേഴ്സോ ക്രിമിനൽ ആക്ടിവിറ്റികളിൽ പങ്കെടുക്കുന്നതാണ് ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അത് വോട്ടേഴ്സിനെയൊക്കെ പേടിപ്പിച്ച് വോട്ട് ചെയ്യാനും അത് നമ്മുടെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിനെയും നശിപ്പിക്കും. സൊല്യൂഷൻ എന്താണ്, നിയമ പോരാട്ടം അല്ലെങ്കിൽ കേസിൽ കിടക്കുന്ന ആൾക്കാരെ ഇലക്ഷനിൽ പങ്കെടുക്കാതെ ബാൻ ചെയ്യുക. അല്ല, ഇവർ ഇലക്ഷനിൽ പങ്കെടുത്തതിന് ശേഷം ക്രിമിനൽ കേസിൽ പ്രതിയായാൽ അവരുടെ കാൻഡിഡേറ്റ്ഷിപ്പ് ക്യാൻസൽ ചെയ്യുക. MLA ആണെങ്കിൽ പിടിച്ച് പുറത്താക്കുക, MP ആണെങ്കിൽ പിടിച്ച് പുറത്താക്കുക. ലാസ്റ്റ് വരുന്നതാണ് ഡിഫെക്ഷൻ. എന്താണ് ഡിഫെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിവെൻറ്റിംഗ് ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഫ്രം സ്വിച്ചിങ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആഫ്റ്റർ വിന്നിങ് ഇലക്ഷൻസ്, ബിട്രേയിങ് ദ വോട്ടേഴ്സ് ട്രസ്റ്റ്. അല്ലേ,
ഈ പറഞ്ഞ വോട്ട് ചെയ്തവൻ്റെ വിശ്വാസത്തെ തകർത്തുകൊണ്ട് പൊളിറ്റിക്കൽ പാർട്ടി മാറിക്കളിക്കുന്ന പരിപാടിയെ തടയുന്നതാണ് എന്ത് ഡിഫെക്ഷൻ, അല്ലെങ്കിൽ ചെയ്യുന്നതാണ് ഡിഫെക്ഷൻ. ഇത് തടയാനായിട്ട് എന്ത് ചെയ്തു, നമ്മൾ ആൻറ്റി ഡിഫെക്ഷൻ ലോ കൊണ്ടുവന്നു. ഇത് 52ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് പ്രകാരം 1985 അപ്പോൾ കോൺഗ്രസ് പാർട്ടിയാണിത് കൊണ്ടുവന്നിട്ടുള്ളത്. 1967 ഇലക്ഷന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു പതിവ് കണ്ടത്. അപ്പോൾ ഇത് മാറ്റാനായിട്ട് ഇന്ന് കണ്ട സിമ്പിൾ സൊല്യൂഷനാണ് റിസോർട്ട് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. പാർട്ടിക്കാരെ എന്ത് ചെയ്യുന്നു, റിസോർട്ടിൽ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് താമസിപ്പിക്കുന്ന പരിപാടി. അപ്പോൾ ഇത്രയും കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ മനോഹരമായ ചാപ്റ്ററോടെ എന്ത് ചെയ്യുകയാണ്, അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ നോട്ട് ഉടനെ തന്നെ നമ്മുടെ വാട്സാപ്പ്, ടെലഗ്രാം ഗ്രൂപ്പുകളിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.